കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റമായിരുന്നു. അതായത് 400-ൽ പരം സീറ്റുകളിൽ വിജയിച്ചു വരുമെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അങ്ങനെ JP നദ്ദ അടക്കം BJPയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരെല്ലാം വേദികളിലെല്ലാം അത് ആദ്യം ആരംഭിച്ചത് 400-ലധികം സീറ്റുകളിൽ BJP അധികാരത്തിലെത്തുമെന്ന് ആദ്യം നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത് തൃശ്ശൂരിൽ വെച്ച് നടന്ന വനിതാ സംഗമത്തിലാണ്. ആ വനിതാ സംഗമത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്നും 400-ലധികം സീറ്റുകളിൽ പാർലമെന്റിലേക്ക് വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന വാദങ്ങൾ ശക്തമായി ഉയർത്തിയ സാഹചര്യത്തിലാണ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്തി ഇന്ത്യ മുന്നണി NDAയെ അങ്ങനെ പിടിച്ചു നിർത്തിയത്. 400-ലധികം സീറ്റുകളിലേക്ക് കടക്കുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു മിന്നുന്ന പ്രകടനം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത തരത്തിലേക്ക് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച മണ്ഡലത്തിൽ പോലും ആദ്യഘട്ടത്തിലെല്ലാം അദ്ദേഹം പിന്തള്ളപ്പെടുകയായിരുന്നു. സ്മൃതി ഇറാനി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ച കേരളത്തിലും റായ്ബറേലിയിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും മുന്നേറ്റവും BJPക്ക് കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ തിങ്ങിഞ്ഞിരങ്ങി വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ സമയത്തെല്ലാം ഇന്ത്യ സഖ്യം വലിയ ശക്തി പ്രാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഇന്ത്യ സഖ്യം തകർന്ന തെരിപ്പണമായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന ഈ വേളയിൽ എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് 2025, 26, 27 വലിയ പ്രതീക്ഷയുള്ള ഒരു വർഷങ്ങളായി തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. 2025, 26, 27 കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകപരമായ തിരിച്ചറിവ് നടത്തുവാൻ സാധിക്കുന്ന വർഷങ്ങളാണ്. 2025 ഒക്ടോബറിലും നവംബറിലുമായി ബീഹാറിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു ഒറ്റകക്ഷിയായിട്ടൊന്നും വിജയിക്കുവാൻ സാധിക്കില്ല എങ്കിൽ പോലും അവിടെ RJDയുടെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ RJDയുടെ പിൻബലത്തോടുകൂടി കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി ബീഹാർ മാറിയിരിക്കുന്നു. JDയും BJPയും കൈകോർത്ത് മത്സരിക്കുന്ന ബീഹാറിൽ, നിതീഷ് കുമാറിന്റെ ബീഹാറിൽ വലിയ മുന്നേറ്റമാണ് RJD ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ RJD കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലവിൽ പരിശോധിക്കുമ്പോൾ, RJDക്കുള്ള ജനസ്വീകാര്യത പരിശോധിക്കുമ്പോൾ 2025 നടക്കുവാൻ പോകുന്ന ഒക്ടോബറിലോ നവംബറിലോ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RJD സഖ്യകക്ഷിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ 2025 ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അങ്ങനെ വലിയ മുന്നേറ്റമൊന്നും NDAക്ക് അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിക്കുമ്പോൾ അവിടെ RJDക്ക് മുൻഗണന ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ മുൻതൂക്കം ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഹരിയാനയും മഹാരാഷ്ട്രയും അങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കുന്നതുമല്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന തീർച്ചയായും കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും കർണാടകയിലെ പോലെ വലിയ മുന്നേറ്റം ഹരിയാനയിൽ ഉണ്ടാകുമെന്ന് പലരും അവകാശപ്പെട്ടെങ്കിൽ പോലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മഹാവികാസ് അഘാടി സഖ്യത്തിനോടൊപ്പം നിന്ന മഹാരാഷ്ട്രയിലും വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു കോൺഗ്രസ്. അതും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് കോൺഗ്രസ് ഇന്ത്യ സഖ്യം നിയന്ത്രിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു പാർട്ടിയല്ല എന്നുള്ളതാണ്. പലരെയും ചേർത്ത് നിർത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് ദുർബലപ്പെട്ടു പോയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും കരുത്താർന്ന നേതൃനിരയ്ക്ക് അങ്ങനെ ഇന്ത്യ സഖ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഇന്ത്യയില്ല എന്ന വാദത്തിന് ശക്തി പ്രാപിക്കുകയാണ്. അടുത്തത് അസമാണ്. അസമിൽ 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾക്കിടയിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ സാധ്യതയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടാണ് NDA അധികാരത്തിലെത്തിയതെന്ന വാദത്തിന് ഒരു പരിധിവരെ ശരി പറയേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ 3 സീറ്റിൽ മാത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിച്ചത്. ആകെയുള്ള 14 സീറ്റുകളിൽ 9 BJP വിജയിക്കുന്നു, 3 കോൺഗ്രസ് വിജയിക്കുന്നു, ഒരിടത്ത് UPPLും മറ്റൊരിടത്ത് ഗണപരീക്ഷത്ത് പാർട്ടിയും വിജയിക്കുന്നു. ഈ സാഹചര്യങ്ങൾ അവിടെ പരിഗണിക്കുമ്പോൾ പോലും നിലവിൽ അതിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രതിരോധങ്ങളുമാണ് അവിടെ ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026
ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടക്കുവാൻ പോകുന്ന അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് കേരളത്തിൽ 2026 അസമിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ SNDP പോലെ NSS പോലെ മുസ്ലിം സംഘടനകളുടെ എല്ലാം പിന്തുണ കോൺഗ്രസിലേക്ക് ഏകപക്ഷീയമായി നിൽക്കുമ്പോൾ ആകെ ഇപ്പോൾ കോൺഗ്രസിലുള്ള ഒരു വലിയ വെല്ലുവിളി ആരായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന ചോദ്യം മാത്രമാണുള്ളത്. ആ ഒരു തർക്കങ്ങൾ മാറ്റിവെച്ചാൽ കോൺഗ്രസിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒറ്റക്കെട്ടായി പറയുന്നത്. അങ്ങനെയുള്ള ഭരണവിരുദ്ധ വികാരവും സാമുദായിക രാഷ്ട്രീയ മത സംഘടനകളുടെ കൈകോർക്കലും ഒക്കെയുള്ളൊരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള കോൺഗ്രസ് കൂടി കോൺഗ്രസിലേക്ക് ചേരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ 2026 കേരളത്തിലെ തെരഞ്ഞെടുപ്പും തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നീട് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പും പോണ്ടിച്ചേരിയിലെ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പഞ്ചാബിലെ കർഷകരുടെ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള സമരങ്ങളും പഞ്ചാബിലെ മതവർഗീയ പ്രശ്നങ്ങളും പഞ്ചാബിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ പഞ്ചാബും കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. ഈ 1, 2, 3, 4, 5 മണ്ഡലങ്ങൾ, അതായത് ഈ 5 സംസ്ഥാനങ്ങൾ, ഒന്ന് ബീഹാർ, അസം, കേരളം, പഞ്ചാബ്, പോണ്ടിച്ചേരി, ഒന്ന് കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും കോൺഗ്രസിനെ സംബന്ധിച്ച് 2025, 26, 27 സമയങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ട്.